കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ കടയിലെ തൂണിൽ നിന്ന് യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. മരിച്ച റിജാസിന്റെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ ഉടനടി പരിഹരിച്ചില്ലെങ്കിൽ സമരങ്ങളുമായി മുന്നോട്ടു പോകാനാണ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. ബൈക്ക് കേടായതിനെ തുടർന്ന് കുറ്റിക്കാട്ടൂരിലെ കടയുടെ വരാന്തയിലേക്ക് വണ്ടി ഒതുക്കി വെക്കുമ്പോഴാണ് 19-കാരനായ റിജാസ് കടയുടെ ഇരുമ്പ് തൂണിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത്. കടയിലേക്കുള്ള വൈദ്യുതി ലൈനിൽ തകരാറുണ്ടെന്ന് കാണിച്ച് കടയുടമ മുൻപ് KCBയിൽ പരാതി നൽകിയിരുന്നു. KCB പരാതി രജിസ്റ്റർ ചെയ്തെങ്കിലും തകരാറുള്ള വൈദ്യുതി ലൈൻ വിച്ഛേദിച്ചിരുന്നില്ല. ദിവസങ്ങൾ പിന്നിട്ടിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുകൂല നിലപാട് ഇല്ലാതായതോടെയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത്. ഇതുവരെയായിട്ട് ഒരു നടപടിയിലേക്കും ഒരു സന്ദർശനം നടത്താൻ പോലും വകുപ്പ് മന്ത്രിയോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ തയ്യാറാത്തതിൻ്റെ കാരണത്താലാണ് ഇന്നിപ്പോൾ നമ്മൾ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. സമരമുറയായിട്ട് മുന്നോട്ട് പോകാൻ എന്നാണ് തീരുമാനിച്ചത്. അതേസമയം സംഭവത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബവും രംഗത്തെത്തി. ഇത് നമുക്ക് തീരാത്തൊരു നഷ്ടമാണ്. നമ്മളെ നഷ്ടപ്പെട്ട മകനെ നമുക്ക് തിരിച്ചറിയാൻ ആർക്കും കഴിയില്ല. ഇനി ആർക്കും മേലിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഒരു രക്ഷിതാവിനുണ്ടാവരുത്. ഈ വേദന അത്രയും മാത്രമേ സർക്കാരിനോട് പറയാനുള്ളൂ. ഒരു ആശ്വാസ വാക്കോ ആരുമായി സന്ദർശിക്കുക ഒരു KCBൻ്റെ ഭാഗത്തു നിന്നോ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് നമുക്ക് വളരെ പ്രയാസമുണ്ട്. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസാണ് എടുത്തത്. KCBന് പ്രതി എത്തിക്കൊണ്ട് കേസെടുക്കണം. എത്രയും പെട്ടെന്ന് കുടുംബത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ സമരവുമായി മുന്നോട്ട് പോകാനാണ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. ജനം, കോഴിക്കോട്.